ഹലോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു ഔട്ടിംഗ് ഡേ ആണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മിനി വ്ലോഗ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. രാവിലെ തന്നെ നമ്മൾ ഇറങ്ങിയിട്ടുള്ളത് ഒരു ഇവൻറ്റിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. UAE തന്നെ വേൾഡ് ട്രേഡ് സെൻറ്റർ എന്ന് പറഞ്ഞ ലൊക്കേഷനിൽ ഒരു ഗൾഫ് ഫുഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇവൻറ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പാസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വെറുതെ ഒന്ന് വിസിറ്റ് ചെയ്യാൻ വിചാരിച്ചിട്ട് പോയതാണ്. ഇതൊരു ട്രേഡിങ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇവൻ്റാണ് കേട്ടോ. അതായത് ഇവിടെ ഒരുപാട് ബ്രാൻഡ്സ് എക്സിബിറ്റ് ചെയ്യുന്നുണ്ട് അവരുടെ പ്രോഡക്ട്സ്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്നത് ഒരു ട്രേഡിങ് കമ്പനിയിലാണ്. അപ്പോൾ പുള്ളിയുടെ ബ്രാൻഡ്സും കമ്പനിയിലുള്ള ബ്രാൻഡ്സ് അതും ഇവിടെ എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് പാസ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. നമുക്കിങ്ങനെ വെറുതെ നടന്ന് കാണാനുള്ള ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. അതിനകത്ത് ഒരുപാട് ടൈപ്പ് ഓഫ് ഫുഡ് പ്രോഡക്ട്സ് നമുക്കതിൽ കാണാൻ പറ്റും. അപ്പോൾ ഭയങ്കര രസമാണ് അവിടെ അറേഞ്ച് ചെയ്തതും ഒക്കെ കാണാൻ വേണ്ടിയിട്ട്. അത് കൂടാണ്ട് ഒരുപാട് ഫുഡ് ഐറ്റംസ് നമുക്ക് അവിടെ നിന്ന് ട്രൈ ചെയ്യാനായിട്ട് ലൈവായിട്ട് അവർ പ്രിപ്പയർ ചെയ്ത് തരും. ഒരുപാട് ടൈപ്പ് ഓഫ് ചോക്ലേറ്റ്സ്, പിന്നെ ഐസ്ക്രീംസ്, പിന്നെ ഫ്രഷ് ജ്യൂസസ്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ കഴിച്ച് നമുക്ക് കുറേ കഴിക്കുമ്പോഴത്തേക്കും നമുക്ക് മടുപ്പ് വരികയും ചെയ്യും. ഫെബിലാണ് എല്ലാ വർഷവും ഇതിൻ്റെ വലിയ ഇവൻറ്റ് വരുന്നത്. അതെന്ന് പറഞ്ഞെങ്കിൽ നമുക്കൊരു ദിവസം കൊണ്ട് കവർ ചെയ്ത് തീർക്കാൻ പറ്റില്ല. ഇതതിൻ്റെ മിനി വേർഷനാണ്. നമുക്ക് 1 ഡേ കൊണ്ട് തന്നെ ഏകദേശം ഏരിയാസും കവർ ചെയ്യാൻ പറ്റും. അപ്പം ഇതിൽ തന്നെ ഒരുപാട് കാണാനുണ്ട്. പക്ഷേ അതെന്ന് പറഞ്ഞെങ്കിൽ ഈ ഫെബിലുണ്ടാവുന്ന ഇവൻ്റ് എന്ന് പറഞ്ഞെങ്കിൽ കുറേ ദിവസം, ഒരു 3-4 ദിവസത്തെ പരിപാടിയാണ്. അതെന്ന് പറഞ്ഞെങ്കിൽ വേൾഡ് വൈഡുള്ള ഒരുപാട് ബ്രാൻഡ്സ് അവർ എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് നടന്ന് തീർക്കാൻ പറ്റില്ല, കണ്ടു തീർക്കാൻ പറ്റില്ല. ഈ 3-4 ദിവസം കംപ്ലീറ്റ് ഡേ അവിടെ സ്പെൻഡ് ചെയ്താൽ പോലും കണ്ടു തീർക്കാൻ പറ്റില്ല. മണിയൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ നടന്ന് മടുത്ത് രാവിലെ വന്നതാണ്. രാവിലെ തൊട്ട് നടക്കാൻ തുടങ്ങിയതാണ്. അങ്ങനെ പോകുന്ന വഴിയിൽ നമുക്ക് ലൈഫ് ഫാർമസിയുടെ വൈറ്റമിൻ സി ജ്യൂസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതും കൂടി കുടിച്ചിട്ട് നേരെ ഫുഡ് കഴിക്കാൻ പോയി. നമ്മൾ താമസിക്കുന്ന റൂമിൻ്റെ അടുത്ത് തന്നെ ഒരു പുതിയ റെസ്റ്റോറൻറ്റ് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് നല്ല മീൽസ് കഴിക്കാൻ വിചാരിച്ചിട്ട് മീൽസ് ഓർഡർ ചെയ്തു. രാവിലെ കാര്യമായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാണ്ട് ഇറങ്ങിയതുകൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ വേഗം തന്നെ നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വേറെ സ്ഥലത്ത് പോകാനുള്ള പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. UAE റാസൽ ഖൈമയിലുള്ള ഒരു പ്ലേസാണ് കാണാൻ പോകുന്നത്. ജബൽ ഈബർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലൊക്കേഷൻ. സൺസെറ്റ് കാണാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ആ ലൊക്കേഷനിലേക്ക് നമ്മൾ ഇതുവരെ പോയിട്ടില്ലായിരുന്നു. ആദ്യത്തെ പ്രാവശ്യമാണ് വിസിറ്റ് ചെയ്യുന്നത്. അപ്പോൾ പോകുന്ന വഴിയിൽ തന്നെ നല്ല സൺസെറ്റ് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് തോന്നിയത് ആൾക്കാർ അത്രയും വിസിറ്റ് ചെയ്യുന്ന ഒരു ഏരിയ അല്ല എന്നുള്ളത്. ജബൽ ജയ്സ് ആണെങ്കിൽ കൂടുതൽ ആൾക്കാരും റെഗുലറായിട്ട് വിസിറ്റ് ചെയ്യുന്ന ഒരു പ്ലേസാണ്. നമ്മളായാലും ഇടയ്ക്കിടയ്ക്ക് പോകുന്നൊരു ലൊക്കേഷനാണ് ജബൽ ജയ്സ്. ഇത് നമ്മൾ ആദ്യമായിട്ടാണ് വിസിറ്റ് ചെയ്യുന്നത്. ആരുടെ വീഡിയോ കണ്ടിട്ടാണ് ഈ സ്ഥലം, ഇങ്ങനത്തെ ഒരു പ്ലേസ് ഉണ്ട് എന്നുള്ളത് തന്നെ അറിഞ്ഞു. UAE ഹയസ്റ്റ് പീക്ക് എന്നാണ് ഇത് പറഞ്ഞ് കേട്ടിട്ടുള്ളത്. എന്തായാലും പോയി നോക്കാമെന്ന് വിചാരിക്കുന്നു. ആൾക്കാരൊന്നുമില്ല, റോഡിൽ ആരും ഉണ്ടായിരുന്നില്ല നമ്മൾ പോകുന്ന സമയത്ത്. അപ്പോൾ അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് പേടിച്ചിട്ടുണ്ടായിരുന്നു പോകുമ്പോൾ. പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് മനസ്സിലായത് റോഡ് അത്രയും ഈസി അല്ല എന്നുള്ളത്. നല്ല കുത്തനെയുള്ള കയറ്റമാണ്. ജബൽ ജയ്സ് പോലെ അത്ര ഈസി അല്ല. അപ്പോൾ എന്തായാലും നമ്മൾ പറ്റുന്നത്രയും പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മുന്നോട്ട് പോയി. ഒന്നാമത് നമ്മൾ ആദ്യമായിട്ടാണ് ഈ സ്ഥലത്തേക്ക് പോകുന്നത്. പിന്നെ വഴിയിലൊന്നും ഒരു വണ്ടിയും കാണാനില്ല. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ ചെറുതായിട്ടൊന്ന് ഡൗട്ട് അടിച്ചു. നമുക്ക് റോഡ് മര്യാദക്കുള്ളിടത്തം വരെ നമ്മൾ പോയി. പിന്നെ ഒരു സ്ഥലത്ത് നമ്മൾ പാർക്ക് ചെയ്തു വണ്ടി. കാരണം ഇനി അങ്ങോട്ടേക്ക് പോകുന്നത് അത്ര സേഫ് അല്ല എന്നുള്ള രീതിയിൽ തോന്നിയിട്ട്
ചിലപ്പം വണ്ടികളൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ലായിരിക്കും, പക്ഷേ നമുക്ക് വണ്ടികളൊന്നും കാണാത്തതുകൊണ്ടും പിന്നെ ഈവനിങ് ആയി ഇരുട്ടി തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു അവിടെ വരെ സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നെ അവിടെ നിന്ന് നമുക്ക് റിട്ടേൺ അടിച്ച് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം അവിടെ ഇറങ്ങിയിട്ട് ഒന്ന് അവിടെ ഒരു 10-15 മിനിറ്റ് അവിടെ സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ തിരിച്ചു. അപ്പോഴത്തേക്കും തന്നെ ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എന്തോ രാവിലെ ഇറങ്ങിയോണ്ടാണെന്ന് തോന്നുന്നു നല്ല ടയേർഡായിട്ടുണ്ട്. അപ്പം വണ്ടിയിൽ കുറച്ച് നേരം ഉറങ്ങി കഴിയുമ്പോഴത്തേക്കും റൂമെത്തും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ. വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.